എടാ എത്ര ടൈപ്പ് പടക്കം കോളിച്ചാലെന്ന് അറിയോ? ഇല്ലല്ലോ. ഇല്ല. എത്ര ടൈപ്പ് പടക്കം കോളിച്ചാലെന്ന് അറിയോ? അറിയില്ല, ചെന്ന് നോക്കാം. ഓക്കെ. ഇന്ന് പടക്കക്കടയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ പോയതാണ്. അപ്പം വെറൈറ്റി പടക്കങ്ങൾ എത്രയാണ് നമ്മുടെ കോളിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടാ. വിഷുവൊക്കെ ആയില്ലേ? അപ്പൊ നമ്മുടെ കോളിച്ചാലില് AVS എന്റർപ്രൈസസിലാട്ടോ നമ്മളിപ്പോ പോയി നോക്കുന്നത്. വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. പലതരത്തിലുള്ള വെറൈറ്റി പടക്കങ്ങൾ, പൂത്തിരികൾ. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതിന്റെ റേറ്റ് എത്രയാണ്, അപ്പൊ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഡിജിറ്റൽ വീഡിയോ അല്ല, ഇതിവിടെ കച്ചത് ഇത് പിള്ളേർക്കൊന്നും ഒരു ഇതുണ്ടാവില്ല, തെറിക്കത്തില്ല. ഇത് പടക്കം തന്നെയാ. ഇത് ബീഡി വരാണ്, ബീഡി വരയുടെ ഡിജിറ്റൽ ആയിട്ടുള്ളത്. ഓക്കെ. എത്ര റേറ്റ് വരുന്നത്? 60 രൂപ. അടുത്ത് സ്കൈ ഷോട്ട്. ഇത് ഒരു പീസിന് 70 രൂപ, ബോക്സിന് 150. വേറെ ഐറ്റാണ്. ഇത് 200 രൂപ ഒരു ബണ്ടില്. ഓക്കെ. ഈ കമ്പത്തിൽ വെച്ച് ഇവിടെ മുട്ടിച്ചാൽ മതി. കമ്പത്തിൽ കത്തിച്ചിട്ട് മുട്ടിക്കണം. ജസ്റ്റ് മുട്ടിച്ചാൽ മതി. 3 സൈഡിൽ കൂടെ മൈൻഡ് തിരിയുന്ന പോലെ 3 സൈഡിലേ വരും. ഓക്കെ ഓക്കെ. എത്ര റേറ്റ് വരുന്നത്? ഇത് 190 രൂപ. ഇത് പൂത്തിരിയാ. ഇത് നല്ല ഹൈറ്റ്, നല്ലോണം ആയിട്ടോ. അത്യാവശ്യം ഇത്രയുള്ള ഹൈറ്റില്. അതിന്റെ റേറ്റ് 220. ഇത് വെറൈറ്റി. ഇത് ഇവിടെ കത്തിക്കണം. പിന്നെ കത്തിച്ച് കഴിയുമ്പോ ഇവിടെ കൊട്ട വരും. ഓക്കെ. അതിന് ലാസ്റ്റ് പൊട്ടും. ഇത് പൊട്ടുവോ? അത്ര സൗണ്ട് ഇല്ല, നല്ല സ്ട്രോങ് ആയിട്ട് വരും. ഓക്കെ ഓക്കെ. ഇന്നത്തെ റേറ്റ് വരുന്നത്? പിന്നെ റേറ്റ് വരുന്നത് 125 രൂപ. തോക്ക് ഇതിവിടെ വെച്ച് കമ്പത്തിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചാൽ പൂത്തിന് പോകുന്ന പോലെ പൈസ. മറ്റേ പേപ്പർ. ഓക്കെ. അതിന്റെ വില എത്രയാ? ഇതിന് വില 60 രൂപ. ഇത് താമര വിരിയുന്ന പോലെ ഇതാ ഈ ഇവിടെ കത്തി താമര വിരിയുന്ന പോലെ വെറൈറ്റി ആയിട്ട് വരും. ലോലിപോപ്പ്. കമ്പത്തിരി, കളർ കമ്പത്തിരി. ഓക്കെ. നീളമുള്ള ഏറ്റവും നീളമുള്ള ഇത് പാർട്ടി പേപ്പർ പോലെ തോന്നല്ലേ? ഇതാണ് നേരത്തെ കാണിക്കേണ്ട ഐറ്റം. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കത്തിച്ചാൽ മതി. 6 കമ്പത്തിലുണ്ട്. 6 കമ്പത്തിലെ കത്തിക്കണം. അത് കഴിയുമ്പോ ഇത് വിടരും. ഫുള്ള് വിടരും. ഓക്കെ. അതിനെത്ര വില? ഇത് 330 രൂപ. 330 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. പെൻസില്. ഓക്കെ. ഇന്നെത്ര വില? 160 രൂപ. ഇത് ഇവിടെ ആനയുടെ ഫിഗർ വരും. ഫിഗറിന്റെ തുമ്പിക്കൈയില് പൂത്തിരി വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് യൂട്യൂബ്. ഇല്ല, സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. ഫോട്ടോ ഫ്ലാഷ്. ഇതാണ് സാധനം. പണ്ടത്തെ ഫോട്ടോ ഫ്ലാഷ് പോലത്തെ ഫ്ലാഷ് മിന്നും. ഓക്കെ ഓക്കെ. ഇന്നെത്ര വില? 110 രൂപ. നെക്സ്റ്റ് ഇവിടെ കത്തിച്ചാൽ മതി. 200 രൂപ. 200 രൂപ. നല്ല സൗണ്ടോടെ നല്ല മിൻമിനി കൊള്ളാലോ. ഇത് മോളിൽ പോയി കൂട്ടുന്ന പൂത്തിരിയുടെ വെറൈറ്റി. ഓക്കെ. അതിനെത്ര വില? 300 കൂടി 300 രൂപ. നെക്സ്റ്റ് ബാറ്റും ബോളോ? ഇതിവിടെ കത്തിക്കണം. കമ്പത്തിൽ വെച്ചിട്ട് കമ്പത്തിൽ വെച്ചിട്ട് 2 സെക്കൻഡ് വെക്കണം. എന്നിട്ട് ഈ ഇതിനകത്തൊരു തിരിയുണ്ട് ബോളില്. ആ ബോളില് കത്തിച്ച് ഇതിനകത്തുള്ള തിരി കൊണ്ട് കത്തിക്കണം. ഓക്കെ. ഇതും പൂത്തിരി തന്നെയാ? സ്മോക്ക് വരത്തുള്ളൂ, പൊട്ടത്തൊന്നുമല്ലോ? ഓക്കെ ഓക്കെ. അതെന്നാ? ഡിജിറ്റൽ മാല. പടക്കം തന്നെയാ പൊട്ടുന്നത്? കളർ വരും? ഡേഞ്ചർ ഒന്നുമില്ല.
പേപ്പർ ബോംബ്. ആ ഇവിടെ കത്തിച്ച് കഴിയുമ്പോൾ സൗണ്ട് നല്ല ഗുണ്ട് പോലെ നല്ല സൗണ്ട് പൊട്ടും. അതുപോലെ പേപ്പർ തെറിക്കോ? നമുക്ക് നേരെ തിരികെ കൊടുക്കുന്ന പ്രശ്നമില്ല. നേരെ തിരികെ കൊടുത്താൽ മതി, ഒരു പ്രശ്നമൊന്നുമില്ല. പേപ്പർ മാത്രം. ഓക്കെ. പിന്നെ ഇത് മാല. അതിന് എത്ര വില വരുന്ന മാലയ്ക്ക്? 100 പീസാ? ഇത് 100 പീസ്. എത്ര വില അതിന്? 200 രൂപ. നെക്സ്റ്റ് ഇതല്ല ഇതിന്റെ തന്നെ വെറൈറ്റിയാ? ഇത് റോക്കറ്റ് ഡബിൾ സൗണ്ട് ഡബിൾ മോളിൽ പോയി പൊട്ടുന്നേ? പൊട്ടും മോളിൽ നിന്ന്. ഇതിനെത്ര വില വരുന്നേ? ആ ചോദിച്ചോ. 50. ഓക്കെ. പിന്നെ ഗുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതിനോ? ഇതെല്ലാം നമ്മൾ നോക്കിയല്ലേ? മൂന്നാണോ? ഈ സാധാരണ നമ്മൾ മോളിൽ പോയി പൊട്ടുന്ന അതേ എഫക്ട് തന്നെ വരുമോ? പൊട്ടും. ഇനി 250 തന്നെയാ? ഒറ്റത്തിരിയാ? ആ പൊട്ടും. ആ 3 തവണ പൊട്ടും. ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ സൗണ്ട് കൂടിയ ഏറ്റവും സൗണ്ട് കൂടിയതാണ്. സൗണ്ട് കൂടിയ പൈലറ്റ് ആൾക്കാർ 10 പീസ്. അതിന് എത്ര വില? 450 രൂപ. ആ നമ്മളെ കുത്തി വെക്കാം അല്ലേ? ഓക്കെ ഓക്കെ. സ്കൈ ഷോട്ട് തന്നെ. ഇവിടെ സപ്പോർട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ കത്തിച്ച് മതി. നല്ല ഹൈറ്റില്. അതിന് വില കുറവാ? ഇതിന് സിംഗിൾ 20 രൂപ. ബോക്സിന് 100 രൂപ. ബോക്സിന് 100 രൂപ. 5 ഒരു ബോക്സിന്. ഓക്കെ ഓക്കെ. നമുക്ക് അത് ഒത്തിരി അത്യാവശ്യം ഹൈറ്റിൽ പോകുന്ന പൂത്തിരി 350 രൂപ. ഇനി 350 വരും. ബോക്സിന് പിന്നെ എല്ലാം സാധാരണ പടക്കങ്ങൾ തന്നെയല്ലേ? ബാക്കിയെല്ലാം സാധാരണ തന്നെയല്ലേ?